കഴിഞ്ഞ ദിവസമാണ് ബിഗ് ബോസിന്റെ ക്ലാസിക് ടാസ്കുകളിലൊന്നായ റാങ്കിംഗ് ടാസ്ക് നടന്നത്. ഓരോ മത്സരാർത്ഥികളും മികച്ച രീതിയിലാണ് ടാസ്കിൽ മത്സരിച്ചത്. എന്നാൽ ടാസ്കിൽ മികച്ചു നിന്നത് ജാസ്മിനും സിജോയും നന്ദനയും ഒക്കെയായിരുന്നു. ഇപ്പോഴത്തെ ആ ടാസ്കിലെ ജാസ്മിന്റെ പെർഫോമൻസിനെ കുറിച്ച് ഒരു ആരാധകൻ പങ്കുവച്ച പോസ്റ്റാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. ആ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: എന്തുകൊണ്ട് സീസൺ 6 ജാസ്മിന്റെ സീസൺ ആണ് എന്നതിന്റെ നേർസാക്ഷ്യമായി റാങ്കിംഗ് ടാസ്ക്. തുടക്കം മുതൽ അവസാനം വരെ ടാസ്കിൽ വ്യക്തമായി അഭിപ്രായം പറഞ്ഞു. അനർഹമായി റാങ്ക് എടുത്തവരെ ഒരു മയവുമില്ലാതെ എയറിൽ കയറ്റി. സപ്പോർട്ട് ചെയ്യേണ്ടവരെ സപ്പോർട്ട് ചെയ്തും കിടിലം പെർഫോമൻസ്. അവിടെ പലരും ഗ്രൂപ്പും ഫേവറിസവും കളിച്ചപ്പോൾ അവൾ യാതൊരുവിധ ഫേവറും കാണിച്ചില്ല. റാങ്കിങ്ങിൽ തന്നെ സപ്പോർട്ട് ചെയ്ത രസ്മിനെ പോലും രസ്മിന്റെ ഊഴം വന്നപ്പോൾ പിറകോട്ട് മാറി നിൽക്കാൻ പറയാൻ ജാസ്മിൻ രണ്ടാമത് ഒന്നും ആലോചിച്ചില്ല. മൊത്തം ടാസ്ക് നിയന്ത്രിച്ചതും ജാസ്മിൻ തന്നെ. 1ാം റാങ്കും 2ാം റാങ്കും കിട്ടിയവന്മാരൊക്കെ പഴമിഴങ്ങി നിന്നപ്പോഴാണ് 10ാം സ്ഥാനം കിട്ടിയ അവളുടെ അവസ്മരണീയ പ്രകടനം. ജാസ്മിൻ തുമ്മിയാൽ കോട്ടുവായിട്ടാൽ ഉടനെ വീഡിയോ ആയി വരുന്ന യൂട്യൂബ് റിവ്യൂവർമാർക്ക് വരെ മനസ്സില്ലാ മനസ്സോടെ സമ്മതിക്കേണ്ടി വന്നു ടാസ്ക് തൂക്കിയത് ജാസ്മിൻ ആണെന്ന്. ജാസ്മിനിലെ ആ ടാസ്ക് ഇല്ല. ഇനിയെങ്കിലും കഴിവിനെ, ടാലന്റിനെ അംഗീകരിക്കാൻ പഠിക്കൂ. ബിഗ് ബോസിൽ ഇക്കൊല്ലം രായാവില്ല, ഹീറോകളില്ല, ഉള്ളത് ഹീറോയിൻ മാത്രം. ഒരേ ഒരു ഹീറോയിൻ ജാസ്മിൻ എന്നാണ് കുറിപ്പിൽ പറയുന്നത്. അതേസമയം റാങ്കിംഗ് ടാസ്കിൽ സത്യത്തിൽ സ്കോർ ചെയ്തത് സിജോയും ജാസ്മിനും നന്ദനയും ഒക്കെയാണ്. കൂടുതലും ജാസ്മിനും. സ്വന്തം സ്ഥാനങ്ങൾ മാത്രം നോക്കി മറ്റു മത്സരാർത്ഥികൾ മിണ്ടാതിരിക്കുന്ന സമയങ്ങളിലും ഓരോ സ്ഥാനത്തിലും കയറിയവരെ ചോദ്യം ചെയ്യുകയും കൃത്യമായി മറുപടി നൽകുകയും ചെയ്യുന്നുണ്ടായിരുന്നു ജാസ്മിൻ. അതേസമയം തന്നെ ജാസ്മിന് ലഭിച്ചത് 10ാം റാങ്ക് ആയിരുന്നു. മത്സരാർത്ഥികൾ സ്വയം വിലയിരുത്തുകയാണ് ഈ ടാസ്കിലൂടെ. 13 മത്സരാർത്ഥികളും അർഹതപ്പെട്ട സ്ഥാനം സ്വയം വിലയിരുത്തി മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി രണ്ടാമത്തെ ബസറിന് മുമ്പ് നേടിയെടുത്ത സ്ഥാനത്തിന്റെ നമ്പറുള്ള പെഡസ്റ്റലിന് പിന്നിൽ നിൽക്കുക എന്നതാണ് ടാസ്ക്. പ്രേക്ഷകർക്ക് മുന്നിൽ മത്സരാർത്ഥികളുടെ മത്സര വീര്യം പ്രകടമാക്കുന്ന ഒരു ടാസ്ക് കൂടിയായിരുന്നു അത്. വിട്ടുകൊടുക്കുന്നവരല്ല, നേടിയെടുക്കുന്നവരാണ് വിജയികളെന്ന് ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് നിർദ്ദേശവും നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ കടുത്ത മത്സരം തന്നെയാണ് നടന്നത്. 1ാം സ്ഥാനത്തിനായി പോരടിച്ചത് നന്ദന, ജിൻഡോ, അഭിഷേക് എന്നിവരായിരുന്നു. നന്ദന, തനിക്ക് പൈസ ആവശ്യമുണ്ട്, സ്വന്തമായി വീട് വെക്കണം, അതാണ് തന്റെ ആഗ്രഹം, അതിനാണ് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ പൈസ എല്ലാവർക്കും ആവശ്യമുള്ളതാണെന്നും 1ാം സ്ഥാനം നേടിയെടുക്കാൻ അതൊന്നുമല്ല മാനദണ്ഡം എന്ന് പറഞ്ഞ് മറ്റു മത്സരാർത്ഥികൾ തർക്കിക്കുകയായിരുന്നു. പിന്നാലെ ജിൻഡോ 1ാം സ്ഥാനത്തിനായി എത്തി. അതിനെയും മറ്റുള്ളവർ ശക്തമായി എതിർത്തു. ജിൻഡോ ഹൗസിൽ കാണിച്ച നിലവാരമില്ലാത്ത കാര്യങ്ങളും മോശം വാക്കുകൾ ഉപയോഗിച്ചതും എടുത്തു പറഞ്ഞാണ് മത്സരാർത്ഥികൾ ജിൻഡോയുടെ വായടപ്പിച്ചത്. പിന്നീട് 2ാം സ്ഥാനത്തേക്കാണ് ജിൻഡോ എത്തുന്നത്. അവസാനം അഭിഷേക്, നന്ദന, അപ്സര, സിജോ എന്നിവരാണ് 1ാം സ്ഥാനത്തിന് വേണ്ടി വാദിച്ചത്. അവസാനം ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ അഭിഷേക് 1ാം സ്ഥാനത്തെത്തുകയാണ് ചെയ്തത്. അങ്ങനെ 2 ജിൻഡോ, 3 അർജുൻ, 4 ശ്രീതു, 5 ഋഷി, 6 സായി, 7 അൻസിബ, 8 രസ്മിൻ, 9 നോറ, 10 ജാസ്മിൻ, 11 സിജോ, 12 അപ്സര, 13 നന്ദന എന്നിങ്ങനെയാണ് റാങ്കിംഗ് വന്നത്. ടാസ്ക് കഴിഞ്ഞതിന് ശേഷവും മത്സരാർത്ഥികളെല്ലാം അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തന്നെയായിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.